മ്യൂച്വൽ ഫണ്ടുകളുടെ SIP, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെയുള്ള നിക്ഷേപത്തിന്റെ പോപ്പുലാരിറ്റി അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യയുടെ കണക്കനുസരിച്ചിട്ട് ഓരോ മാസവും 25,000 കോടി രൂപയിൽ കൂടുതലാണ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് SIPയുടെ ഇനത്തിൽ നിക്ഷേപമായി ലഭിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ കഴിഞ്ഞ 2-3 വർഷത്തെ പെർഫോമൻസും അതോടൊപ്പം മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺസുമാണ് ഇതേപോലെയുള്ള നിക്ഷേപങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യക്തികൾ മുന്നോട്ട് വരുന്നത്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് SIPകളിലൂടെ നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്താറുണ്ട്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മറ്റു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് നൽകുന്ന നിക്ഷേപങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് റിസ്കി ആയിട്ടുള്ള ഒരു നിക്ഷേപമാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫണ്ടുകൾ ശരിയായ രീതിയിലല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടം വരുന്നതിനുള്ള ചാൻസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് SIP തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ഒരു ഇൻവെസ്റ്റർ വരുത്തുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഇതേപോലെയുള്ള വീഡിയോകൾ പബ്ലിഷ് ചെയ്യുന്ന വ്യക്തികൾ പലപ്പോഴും പറയുന്നുണ്ടാവാം, മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ഇതേപോലെയുള്ള രീതിയിലുള്ള മിസ്റ്റേക്കുകൾ വരാം. എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വരുത്തുന്നത്, ഈ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഫൈനലായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസിനെയും ബാധിക്കുക എന്നത് വളരെ ക്ലിയർ ആയിട്ട് ഒരു എക്സൽ പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടി ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികളാണ്, അതോടൊപ്പം തന്നെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇതിൻ്റെ അവസാനം വരെയും കാണുക. പൊതുവേ നമ്മൾ ഇതേപോലെയുള്ള തിയറികൾ സംസാരിച്ചു കഴിഞ്ഞാൽ പലർക്കും അത് മനസ്സിലാകണമെന്നില്ല. എന്നാൽ അത് വ്യക്തമായിട്ട് എങ്ങനെയാണ് തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾ എങ്ങനെയാണ് ലോങ് ടൈമിലോ മീഡിയം ടൈമിലോ ഷോർട്ട് ടൈമിലോ നമ്മളുടെ റിട്ടേൺസിനെ അഫക്റ്റ് ചെയ്യുക എന്നത് വളരെ വ്യക്തമായിട്ട് ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുടെ SIPയിലൂടെ, അതായത് ഓരോ മാസവും നമ്മൾ നടത്തുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളിലൂടെ ലോങ് ടൈമിലേക്ക് നമുക്കൊരു വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ നിക്ഷേപങ്ങൾ നടത്തുന്നത്. സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടിൻ്റെ കഴിഞ്ഞ 1, 2, 3 മാസത്തെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുകയും നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ്. ഒരു ഫണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ആ ഫണ്ടിൻ്റെ ലോങ് ടൈം പെർഫോമൻസ്, കഴിഞ്ഞ 10 അല്ലെങ്കിൽ 15 വർഷക്കാലത്തെ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് നൽകിയിട്ടുണ്ടോ, ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് സെയിം കാറ്റഗറിയിൽ പെട്ട ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു ഫണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തുവാനായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. കാരണം ഇത് ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു നിക്ഷേപമല്ല, ലോങ് ടൈമിലേക്ക് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും മ്യൂച്വൽ ഫണ്ടുകളുടെ SIP റൂട്ടിൽ നമ്മൾ നിക്ഷേപം നടത്തുന്നത്. SIP റൂട്ടിൽ നിക്ഷേപം നടത്തുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ആവറേജിംഗ് ആണ്. ലോങ് ടൈമിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതിനാൽ SIP മുഖാന്തരം നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾ മാർക്കറ്റിൽ വരുന്ന അപ്പ് ആൻഡ് ഡൗൺസിൻ്റെ കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് നേടിത്തരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് ആവറേജ് ചെയ്യുകയും ലോങ് ടൈമിലേക്ക് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റും കൂടി ആഡ് ചെയ്ത് നമ്മുടെ നിക്ഷേപത്തിന് നല്ലൊരു റിട്ടേൺസ് അല്ലെങ്കിൽ നല്ലൊരു സമ്പാദ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട് ഇതേപോലെ SIP മുഖാന്തരമുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കി നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള MFDയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ട് തിരഞ്ഞെടുക്കാം. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തണമെന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മതിയാകും. ഇന്ത്യക്ക് വെളിയിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ പലപ്പോഴും അവർക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകളിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ KYC പ്രൊസീജിയർ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക, ഏതൊക്കെ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിനെക്കുറിച്ച് യാതൊരുവിധ നോളജും ഉണ്ടാകില്ല.
അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ശുപാർശ അനുസരിച്ച് തെറ്റായിട്ടുള്ള നിക്ഷേപങ്ങളായിരിക്കും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫിനാൻസ് റെഗുലറൈസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ സാധാരണ വ്യക്തികൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സാധാരണയായിട്ട് SIP നിക്ഷേപങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാത്ത വ്യക്തികൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്ത് ലഭിക്കുന്ന ഡേറ്റയുടെ ബേസിസിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികൾ വരുത്തുന്ന മിസ്റ്റേക്കുകളാണ്. ഈ എക്സൽ ഷീറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തി 3 വർഷത്തേന് ഒരു ഫണ്ടിൽ നടത്തുന്ന SIP നിക്ഷേപത്തിൻ്റെ ഡീറ്റെയിൽസാണ്. അദ്ദേഹം ഓരോ മാസവും 5000 രൂപ വീതമാണ് നിക്ഷേപം നടത്തുന്നത്. ഇത് ആ ഫണ്ടിൻ്റെ NAV ആണ്. ആ ഫണ്ടിൻ്റെ NAVയുടെ മൂവ്മെൻ്റ് ആണ് ഈ കോളത്തിൽ കാണിക്കുന്നത്. ഇത് നമ്പർ ഓഫ് യൂണിറ്റ് എത്രയാണ് അലോട്ട് ചെയ്തതെന്നുള്ളത്. ഇത് ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് യൂണിറ്റും ഓരോ മന്ത് എൻഡിലും നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് ഗ്രോത്ത് ഓപ്ഷനും ഒന്ന് ഡിവിഡൻഡ് ഓപ്ഷനും. പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാൻ അറിയാത്ത വ്യക്തികൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ഗ്രോത്ത് ഓപ്ഷന് പകരം ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഓപ്ഷൻ പലപ്പോഴും സെലക്ട് ചെയ്യാറുണ്ട്. പല സമയങ്ങളിലും ഈ വ്യക്തികൾ ധരിച്ചിരിക്കുന്നത് അവർക്ക് റെഗുലറായിട്ടുള്ള ഒരു ഇൻകം കിട്ടും, അതോടൊപ്പം തന്നെ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുമെന്നാണ് തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ ഡിവിഡൻഡാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫണ്ടിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ വാല്യൂ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് ആ ഫണ്ടിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇൻകത്തിൽ നിന്നാണ്. അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂവിൽ നിന്ന് ഒരു പോർഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇൻകത്തിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഡിവിഡൻഡായിട്ട് പീരിയോഡിക്കൽ ബേസിസിലും മറ്റും നൽകുന്നത്. ഇത്തരത്തിൽ ഡിവിഡൻഡ് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഫണ്ടിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ പവർ ഓഫ് കോമ്പൗണ്ടിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം നിങ്ങൾ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിൽ നിന്ന് ഒരു പോർഷൻ, അതായത് അതിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇൻകമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിലും അത് നിങ്ങളുടെ ഫണ്ടിൻ്റെ NAVനെ അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഫണ്ടിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഈ എക്സാമ്പിളിൽ ഓരോ മാസവും ഒരു വ്യക്തി 5000 രൂപ വീതം നിക്ഷേപം നടത്തുന്നു. അതിൻ്റെ NAV ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഞാനൊരു സർട്ടൺ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് NAV ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ഞാനിവിടെ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഈ ഫണ്ടിൻ്റെ NAV കുറഞ്ഞ ദിവസങ്ങളാണ്. അതായത് മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് ഫണ്ടിൻ്റെ NAV കുറഞ്ഞ ദിവസങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ 10 രൂപ 72 പൈസ ആയിരുന്ന NAV 10.61 10.51 അപ്പം അത് കുറഞ്ഞു വരുന്നു. അപ്പം ഞാനത് ഡെലിബറേറ്റ് ആയിട്ട് ഇതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില ദിവസങ്ങളിൽ ഫണ്ടിൻ്റെ NAV കുറച്ചുകൂടെ കാണിച്ചിരിക്കുന്നത്. ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഡിവിഡൻഡാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഫണ്ട് ഒരു യൂണിറ്റിന് 3 രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡിവിഡൻഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 51,000 രൂപ സംതിങ് വരും. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫണ്ടിൻ്റെ വാല്യൂ 2,02,000 രൂപയാണ്. ഈ 2,02,000 രൂപയിൽ നിന്ന് ആണ് നിങ്ങൾക്ക് ഈ 51,000 രൂപ ഡിവിഡൻഡായിട്ട് നൽകുന്നത്. അപ്പോൾ നാച്ചുറലായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 2,02,000 രൂപയിൽ നിന്ന് 51,000 രൂപ റിഡ്യൂസ് ചെയ്താൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 1,51,000 രൂപയായിട്ട് കുറയും. അതോടൊപ്പം തന്നെ NAVയും കുറയും. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ ഈ ഫണ്ടിൻ്റെ NAV 11 രൂപ 83 പൈസയായിരുന്നു. ആ NAV 8 രൂപ 83 പൈസയായിട്ട് കുറഞ്ഞു. പക്ഷേ നിങ്ങളുടെ നമ്പർ ഓഫ് യൂണിറ്റിലൊന്നും കുറവ് വരികയില്ല. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ മറ്റൊരു ഓപ്ഷനുണ്ട്, ഡിവിഡൻഡ് വാങ്ങിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ. ഡിവിഡൻഡ് വാങ്ങിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുന്ന ഓപ്ഷനിലും വേറെ NAV ആണ് അതിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ കേസിലും നിങ്ങളുടെ ഫണ്ടിൻ്റെ NAV കുറയും, കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ നമ്പർ ഓഫ് യൂണിറ്റ് കൂടുകയും ചെയ്യും. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് ഒരു ഇൻകം വേണ്ടാത്ത വ്യക്തികളാണെങ്കിൽ ഒരിക്കലും IDW അല്ലെങ്കിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ക്യാപിറ്റൽ വിഡ്രോവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന വ്യക്തികൾ നടത്തുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക്. രണ്ടാമത്തെ കേസ്, പലപ്പോഴും മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ
പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് കൂടുതൽ നെറ്റ് അസറ്റ് വാല്യൂ ഉള്ള ഫണ്ടുകൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടമാണെന്നാണ്. ഈ എക്സാമ്പിളിൽ ഞാനിത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സെയിം കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ കൂടുതലാണ് എന്ന് പറഞ്ഞ് ആ ഫണ്ട് മോശമാണെന്നല്ല. ആ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് യൂണിറ്റേ കിട്ടുകയുള്ളൂ, അത് സത്യമാണ്. ഒരു ഫണ്ടിൻ്റെ പ്രൈസോ നെറ്റ് അസറ്റ് വാല്യൂ അല്ല ഇമ്പോർട്ടൻ്റ്, ആ ഫണ്ടിൻ്റെ പെർഫോമൻസ് എന്താണെന്നാണ്. ഈ എക്സാമ്പിളിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇത് ഒരു മിഡ് ക്യാപ് ഫണ്ടാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ 40ഓളം മിഡ് ക്യാപ്പ് ഫണ്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് NFOയിൽ വന്നിരിക്കുന്ന ഒരു മിഡ് ക്യാപ് ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 10 രൂപ ആണ് അതിൻ്റെ പ്രൈസ്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മിഡ് ക്യാപ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റിന് 1000 രൂപ കൊടുക്കണം. ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ എക്സാമ്പിളിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 രൂപ NAVക്കാണ്. ഈ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളും നിങ്ങൾ ഒരേ ദിവസമാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മാസത്തിൽ ഒരേ ദിവസം തന്നെയാണ് ഇതിൻ്റെ SIP എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ എക്സാമ്പിളിൽ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 1000 രൂപ NAV ആണ് അതിൻ്റെ പ്രൈസെങ്കിൽ വെറും 5 യൂണിറ്റ് മാത്രമാണ് ലഭിക്കുകയുള്ളൂ. എന്നാൽ 10 രൂപ പ്രൈസുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് 500 യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റർ 10 രൂപ പ്രൈസുള്ള ഫണ്ടിലും അതേപോലെ 1000 രൂപ പ്രൈസുള്ള ഫണ്ടിലും ഒരേ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. 1000 രൂപ പ്രൈസുള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന നമ്പർ ഓഫ് യൂണിറ്റ് വളരെ കുറവാണ്. എന്നാൽ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഏകദേശം 100 ഇരട്ടിയോളം യൂണിറ്റുകൾ ലഭിക്കും. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇത് രണ്ടും ഒരു മിഡ് ക്യാപ് ഫണ്ടാണ്. ഈ രണ്ട് ഫണ്ടുകളും ഒരേ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാം. ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫണ്ടാണ്. ഈ ഫണ്ടിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ പോലെ തന്നെയാണ് ഈ 10 രൂപ ഫേസ് വാല്യൂവിന് നിങ്ങൾക്ക് ലഭിക്കുന്ന മിഡ് ക്യാപ് ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് അസ്യൂം ചെയ്യുക. സെയിം കമ്പനികൾ സെയിം പ്രൈസിൽ ഈ ഫണ്ടും വാങ്ങുന്നു. ഞാനിവിടെ NAV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഈ ഫണ്ടിൻ്റെ NAVയിൽ വരുന്ന ചേഞ്ചസ് സെയിം ആയിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ 1% ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫണ്ടിൽ 1% ഇൻക്രീസ് വരുന്നു. ഇനി ഫൈനലായിട്ട് ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഫൈനലായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് ഏകദേശം 17,000ഓളം യൂണിറ്റുകൾ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് 171 യൂണിറ്റേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ രണ്ട് ഫണ്ടുകളുടെയും പെർഫോമൻസ് 18.33%. ഇതെങ്ങനെയാണ് പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ള ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞാൽ ഈ ഫണ്ടിൽ സെയിം റിട്ടേൺസ് ആണ് ലഭിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഒരു ഫണ്ടിൻ്റെ പ്രൈസ് കുറവാണ്. പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തികൾ, എസ്പെഷ്യലി ബാങ്കുകളിലെ മറ്റ് RM അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർക്കറ്റ് ഏജൻസികൾ ഇതേപോലെയുള്ള ഫണ്ടുകൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി ആണ്. ഇപ്പോൾ ഈ ഫണ്ടിൻ്റെ വില ഇപ്പോൾ 10 രൂപയേ ഉള്ളൂ. അപ്പം നിലവിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇതേപോലെയുള്ള ഒരു ഫണ്ട് വാങ്ങണമെങ്കിൽ നിങ്ങൾ 1000 രൂപ കൊടുക്കണം. നിങ്ങൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 500 യൂണിറ്റ് കിട്ടും. പക്ഷേ നിലവിലുള്ള ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെറും 5 യൂണിറ്റേ കിട്ടുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫണ്ടിൻ്റെ പെർഫോമൻസും ആ ഫണ്ടിൻ്റെ ട്രാക്ക് റെക്കോർഡും അതേപോലെ തന്നെ ആ ഫണ്ട് ആരാണ് മാനേജ് ചെയ്യുന്നത്, ആ ഫണ്ടിൻ്റെ അണ്ടർലൈയിങ് അസറ്റ്സ്, ഇതേപോലെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഫണ്ടിൻ്റെ പ്രൈസ് 10 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരടിസ്ഥാനത്തിൽ ഒരു ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ എക്സാമ്പിളിൽ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന, പലപ്പോഴും പല വ്യക്തികളും SIP ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അവർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. എന്നും മാർക്കറ്റ് വാച്ച് ചെയ്യും, എന്നും അവരുടെ ഫണ്ടിൻ്റെ NAVയുടെ പെർഫോമൻസ് അവർ വാച്ച് ചെയ്യും. മാർക്കറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടിവ് സംഭവിച്ച് അവരുടെ ഫണ്ടിൻ്റെ NAV കുറയുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും അവർ SIP പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ പലപ്പോഴും SIP ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫാൾട്ട് ചെയ്യുകയോ ചെയ്യാറുണ്ട്. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ 10 വർഷമോ 15 വർഷമോ ടാർഗറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങളത് മുടക്കാതിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാനിവിടെ ഈ എക്സാമ്പിളിൽ വളരെ ക്ലിയർ ആയിട്ട് ഇത് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. നിങ്ങളുടെ SIP ഡേറ്റിൽ മാർക്കറ്റ് ഡൗൺ ആയിരുന്നു.
അപ്പോൾ നിങ്ങളൊരു ഡിസിഷൻ എടുത്തു, വേണ്ട മാർക്കറ്റ് ഡൗൺ ആണ്, ഞാൻ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ഡിസിഷൻ എടുത്തു. അതേപോലെ ഈ 2 ഒക്കേഷനിൽ ഈ 3 വർഷക്കാലത്തിനിടയിൽ നിങ്ങൾ 8 തവണ ഇതേപോലെ SIP ഡിഫാൾട്ട് ചെയ്യുകയോ നിർത്തിവെക്കുകയോ ചെയ്തു. അത് ഏകദേശം ഇവിടെ 15,000 രൂപയും ഇവിടെ 20,000 രൂപയാണ്, 40,000 രൂപയാണ്. ഇതെങ്ങനെയാണ് നിങ്ങളുടെ റിട്ടേൺസിനെയും പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെയും അഫക്റ്റ് ചെയ്യുക എന്ന് നോക്കാം. ഈ 3 വർഷത്തിനകം നിങ്ങൾ SIP ഡിഫാൾട്ട് ചെയ്തത് 40,000 രൂപയുടെ SIP ആണ്. നിങ്ങൾ SIP മുടക്കിയത് കാരണം ഈ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് 1,56,000 രൂപ മാത്രമാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞ 2 ഫണ്ടിലും റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് 2,02,000 രൂപ അവരുടെ മാർക്കറ്റ് വാല്യൂ ഉണ്ട് 3 വർഷം കഴിയുമ്പോൾ. ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 46,288 രൂപയാണ്. നിങ്ങളിവിടെ ഡിഫാൾട്ട് ചെയ്ത 40,000 രൂപയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 7,000 രൂപയാണ് റിയൽ ആയിട്ട് നിങ്ങളുടെ റിട്ടേൺസിൽ നിന്ന് കുറവ് വന്നിരിക്കുന്നത്. ഞാൻ ഈ ചെറിയ 3 വർഷത്തെ പീരീഡ് കമ്പ്യൂട്ട് ചെയ്യുമ്പോഴാണ് SIP സ്റ്റാർട്ട് ചെയ്ത് ഈ SIP 10-15 വർഷത്തേന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ SIP ഇവിടെ മുടങ്ങിപ്പോയാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്നത് വരെയും ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിരുന്നെങ്കിൽ ഇവിടെ കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റ് ഇവിടെ കിട്ടുകയും നിങ്ങളുടെ കോസ്റ്റ് ആവറേജ് ചെയ്ത് നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് വളരെ കുറയുകയും ചെയ്തിരുന്നു. ഇവിടെ നിങ്ങൾ ആ മിസ്റ്റേക്ക് വരുത്തിയത് കാരണം നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഡിഫാൾട്ട് വരുത്തിയത് കാരണം പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ SIP നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഡിഫാൾട്ട് വരുത്താതിരിക്കുക. മാർക്കറ്റ് കൂടും, മാർക്കറ്റ് കുറയും, മാർക്കറ്റ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിന് നമുക്ക് ടൈം ചെയ്യാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ മാർക്കറ്റ് ഏത് കണ്ടീഷനാണെങ്കിൽ തന്നെയും നിങ്ങളുടെ SIP നിക്ഷേപങ്ങൾ ഡിഫാൾട്ട് വരുത്താതെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതോടൊപ്പം SIP നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പല സമയങ്ങളിലും നയിക്കുന്ന 2-3 ഫീലിങ്സ് ഉണ്ട്. ഫിയർ ഉണ്ടാകാം, ഗ്രീഡ് ഉണ്ടാകാം, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് സാധാരണയായിട്ട് നമ്മൾ ഇതേപോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന ഫീലിങ്സ്. ഫിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന ഒരു സമയത്തിൽ അല്ലെങ്കിൽ ഡൗൺ ആകുന്ന ഒരു സമയത്തിൽ തൻ്റെ നിക്ഷേപങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ധാരണയിൽ നിക്ഷേപങ്ങൾ കുറഞ്ഞ പ്രൈസിൽ വിറ്റ് ലോസ് ബുക്ക് ചെയ്യുക. അതാണ് ഫിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഡ് സാധാരണയായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബുള്ളിഷ് മാർക്കറ്റിലാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയ പ്രൈസിൽ സ്റ്റോക്കുകളും അതേപോലെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളൊക്കെ വാങ്ങുക. 3ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടാണ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിൻ്റെ ഒരു കാര്യവുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി അല്ല. നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്കിത് വാങ്ങാനായിട്ട് സാധിക്കും. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്ന ഫീലിംഗ് ഒരിക്കലും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലോ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം മ്യൂച്വൽ ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നല്ല ലിക്വിഡിറ്റിയുള്ള സ്റ്റോക്കുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സാധിക്കും. അതുകൊണ്ട് ഞാനിപ്പം ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്കൊരു അവസരം നഷ്ടപ്പെടും എന്നുള്ള ധാരണയിൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക. മറ്റൊരു മിസ്റ്റേക്ക് സാധാരണയായിട്ട് ഇൻവെസ്റ്റേഴ്സ് വരുത്തുന്നത് ചില ഫണ്ടുകളിലേക്ക് റീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിൻ്റെ ബേസിസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ ഞാൻ 2 എക്സാമ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ടും അതേപോലെ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട്. ഇത് രണ്ടും ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകളാണ്. ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന ഫണ്ടാണ്. ഇതിൻ്റെ പെർഫോമൻസ് പല കാരണങ്ങൾ കൊണ്ടും അഫക്റ്റ് ചെയ്യുകയും 3-4 വർഷങ്ങൾക്ക് മുന്നേ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികളുണ്ടാവാം. ആ ഫണ്ടിന് നല്ല പെർഫോമൻസ് ഉള്ള സമയത്ത് ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോഴും അവരുടെ നിക്ഷേപം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മറ്റുള്ള ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന റിട്ടേൺസ് വളരെ കുറവാണ്. ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ ചാർട്ടിൽ പറയുന്നുണ്ട്. 3 months റിട്ടേൺ ഇവിടെ നോക്കിയാൽ 2.23% മൈനസ് ആണ് ആക്സിസ് ഫണ്ടിൽ വന്നിരിക്കുന്നത്. എന്നാൽ നിപ്പോൺ ഫണ്ടിൽ 0.3% ഉള്ളൂ. 10 വർഷത്തെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്താൽ ആക്സിസ് ഫണ്ടിൽ 13.56 നിപ്പോണിൽ 15.66% നോക്കുക. 5 years റിട്ടേൺസ്
ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ടിൽ 15% അടുത്തേ ഉള്ളൂ. എന്നാൽ നിപ്പോൺ ഫണ്ടിൽ ഏകദേശം 22% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. അതിന് വേറെ കുറേ ക്രൈറ്റീരിയകളുണ്ട്. അത് പല വീഡിയോകളിലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയം അനുവദിക്കുന്നില്ലാത്ത കാരണം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പഴയ വീഡിയോകളൊക്കെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇവിടെ നോക്കുക, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഷാർപ്പ് റേഷ്യോ, ബേറ്റ, ആൽഫ, ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അനലൈസ് ചെയ്യേണ്ടതാണ്. ഈ പറയുന്ന ഡേറ്റകളെല്ലാം ആക്സിസ് ഫണ്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിപ്പോൺ ഫണ്ടിനാണ് ഫേവറബിൾ ആയിട്ടുള്ളത്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് കമ്പയർ ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. മ്യൂച്വൽ ഫണ്ടുകളിൽ മറ്റും നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നുണ്ട്, അതായത് DIY, ഡു ഇറ്റ് യുവർ സെൽഫ് ഇൻവെസ്റ്റർ ആണെങ്കിലും തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ അണ്ടർ പെർഫോം ചെയ്യുവാനും നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗോള് പലപ്പോഴും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെയും ഇരിക്കും. അതിനാൽ എപ്പോഴും പ്രോപ്പറായിട്ട് ഇതറിയാവുന്ന ഒരു വ്യക്തിയുടെ ഉപദേശം എടുത്തിട്ട് നിക്ഷേപങ്ങൾ നടത്തുന്നതായിരിക്കും അഭികാമ്യം. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപങ്ങൾ നടത്തിയപ്പോൾ വരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിലേക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് അവർ ഇതേപോലെയുള്ള മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്താൽ അവർക്ക് നല്ല രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തി ഫ്യൂച്ചറിലേക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം വളരെ റിസ്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് പകരം ഇതിനെക്കുറിച്ച് അറിയാവുന്ന, അതോടൊപ്പം തന്നെ സെബിയുടെ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ആംഫിയുടെ രജിസ്ട്രേഷനോ ഉള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് എന്ന പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചേരുവാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയയ്ക്കുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ യഥാസമയം എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.